ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വ്യത്യസ്തമായിട്ടുള്ളൊരു അച്ചാറിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ ബീട്രൂട്ട് ഉപ്പിലിട്ടതിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഞങ്ങളുടെ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നല്ല സ്വാദായിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം അടുപ്പത്തേക്ക് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാന് നല്ലോണം ഒന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഇനി നമുക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. സാധാരണ നല്ലെണ്ണയൊക്കെയാണ് അച്ചാറുകളിൽ ഉപയോഗിക്കാറ്. പക്ഷേ ഇതിനിപ്പോൾ വെളിച്ചെണ്ണ ഉപയോഗിച്ചാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ വേറെ സൺഫ്ലവർ ഓയിലോ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ സ്വാദ് കിട്ടണമെങ്കിൽ നമുക്ക് വെളിച്ചെണ്ണയോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് കേട്ടോ. അപ്പോൾ ദാ നമ്മുടെ പാൻ നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ വെളിച്ചെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നല്ലോണം ഒന്ന് ചൂടായപ്പോഴേക്കും ഇതിലേക്ക് കടുക് ഇട്ടിട്ടുണ്ട്. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ ഇത് ഒന്ന് മൂത്ത് വരണം. ഈ ഒരു മുളകും കറിവേപ്പിലയും നമ്മുടെ കടുകും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ബീട്രൂട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബീട്രൂട്ട് സാധാരണ നമ്മൾ മാങ്ങ ഉപ്പിലിടുമ്പോൾ അരിയില്ലേ, അതേ രീതിയിൽ അരിഞ്ഞാൽ മതി കേട്ടോ. ഒത്തിരി കനം കുറച്ചുമല്ല, എന്നാൽ ഒത്തിരി കനം കൂട്ടിയോ അല്ല. ഒരു മീഡിയം സൈസായിട്ട് ഈ ഒരു വലിപ്പത്തിന് അരിഞ്ഞാൽ മതി. കൂട്ടത്തിൽ ഒരു 6-7 പച്ചമുളകും കൂടെ ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബീട്രൂട്ട് അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. മഞ്ഞപ്പൊടിയും കൂടെ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഉപ്പും മഞ്ഞപ്പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നല്ലോണം ഇളക്കി യോജിപ്പിക്കണം. വെള്ളമൊന്നും ഇപ്പോൾ ഒഴിക്കണ്ട. നമുക്ക് ഈ ഒരു എണ്ണയിൽ കിടന്ന് അതൊന്ന് വാടി വരണം. അതിനായിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ചില സ്ഥലങ്ങളിൽ സവാള അല്ലെങ്കിൽ ചെറിയ ഉള്ളിയൊക്കെ ഇതിൽ കൂടെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. പക്ഷേ അതൊക്കെ ഇടുമ്പോൾ ഒരു ടേസ്റ്റ് മാറിപ്പോവും. ഈ ബീട്രൂട്ട് ഇഷ്ടമല്ലാത്ത ആൾക്കാർക്ക് പോലും ബീട്രൂട്ടിൻ്റെ ഈ ഒരു കറി ഇഷ്ടമാവും കേട്ടോ. അപ്പം അങ്ങനെയാണ് നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ലോണം ഇളക്കി കൊടുത്തിട്ട് അപ്പോൾ നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് തന്നെ അടിയിലൊന്നും പിടിക്കില്ല. അപ്പം അല്ലാത്തതാണെങ്കിൽ ഈ അടിയിൽ പിടിക്കുന്ന പാത്രങ്ങളാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് ശ്രദ്ധിച്ചോളണം കേട്ടോ. ചിലപ്പോൾ അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. വെള്ളമൊന്നും ഒഴിക്കാതെയാണല്ലോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ നല്ലോണം ഒന്ന് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ. ഇനി ഈ ബീട്രൂട്ട് നല്ലോണം വഴണ്ടതിന് ശേഷം നമ്മൾ ചേർക്കുന്നത് മുളക് പൊടിയാണ് കേട്ടോ. ഞാൻ ഇപ്പോൾ 1 സ്പൂണ് മുളക് പൊടിയാണ് ചേർത്തിരിക്കുന്നത്. അപ്പോൾ മുളക് പൊടി ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നത് നാരങ്ങ നീരാണ് കേട്ടോ. 3 നാരങ്ങയുടെ നീര്, അത്യാവശ്യം ഒരു നെല്ലിക്ക വലിപ്പത്തിനുള്ള നാരങ്ങ, ആ ഒരു സൈസ് നാരങ്ങയുടെ നീരെടുത്ത് ജ്യൂസാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ഇനി വെള്ളവും കൂടെ നമുക്ക് ചേർക്കാം. ഒത്തിരി വെള്ളം ചേർക്കണ്ട. ഏകദേശം ഒരു 1/2 ഗ്ലാസ് വെള്ളം ചേർത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ പുളി പിഴിഞ്ഞൊഴിക്കാനാണ് താല്പര്യമെങ്കിൽ, പുളി രസമാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ പുളിയും പിഴിഞ്ഞൊഴിക്കാം. പക്ഷെ ഞാനിവിടെ ഒരു നാരങ്ങയുടെ ഒക്കെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് നാരങ്ങ ചേർക്കുന്നത് കേട്ടോ. അപ്പം നാരങ്ങ ചേർക്കുമ്പോഴേക്കും കുറച്ചുകൂടെ ഒരു ടേസ്റ്റ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം മുളക് പൊടി കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടെ മുളക് പൊടി അതിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഇനിയിപ്പോൾ നമുക്കിത് നന്നായിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കാമേ. ഏത് അച്ചാറിനും നമ്മൾ രുചി കൂട്ടണമെങ്കിൽ കായപ്പൊടിയുടെയും ഉലുവാപ്പൊടിയുടെയും അളവ് കൃത്യമാവണം. അപ്പോൾ ഞാൻ കുറച്ച് ഉലുവാപ്പൊടി ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇടുന്നത് കായപ്പൊടിയാണ് കേട്ടോ. കായപ്പൊടി ആയിരുന്നാലും ഉലുവാപ്പൊടി ആയിരുന്നാലും കൂടുതലായി കഴിഞ്ഞാൽ ആ ഒരു അച്ചാറിന് കയ്പ്പ് രസം വരും. അപ്പം മിതമായ രീതിയിൽ മാത്രമേ ഇത് രണ്ടും നമ്മൾ ചേർക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ എൻ്റെ അമ്മയൊക്കെയാണ് എന്നെ പാചകം പഠിപ്പിച്ചത് കേട്ടോ. അപ്പം അവർക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എല്ലാം ഒരു കൈക്കണക്കാണ്. അതാണ് ഞാനും ഇപ്പോൾ ഫോളോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ആ ഒരു കൈക്ക് ഒരു കണക്കുണ്ട്. ആ കണക്ക് വെച്ചിട്ടാണ് കായപ്പൊടി ആയിരുന്നാലും ഉലുവാപ്പൊടി ആയിരുന്നാലും ഞാൻ ചേർക്കുന്നത് കേട്ടോ. ഇത്ര ഒരു മെഷർമെൻ്റ് ഒന്നും ഞാൻ അങ്ങനെ പറയാറില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉലുവാപ്പൊടിയും കായപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നല്ലോണം ഒന്ന് തിളച്ച് കുറുകി വരണം. അപ്പോൾ ഈ ബീട്രൂട്ടിൻ്റെ ആ ഒരു മധുരം വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല. ആ ഒരു പുളിപ്പും മധുരവും എല്ലാം കൂടി ചേർന്നിട്ടൊരു ടേസ്റ്റ് ആയിരിക്കും. എരിവും എല്ലാം കൂടി ചേർന്നൊരു മിക്സഡ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെടും. പിന്നെ ചിലർ ശർക്കര ചേർക്കുന്നവരുണ്ട്. ഞാനിപ്പോൾ ഇതിലിപ്പോൾ ശർക്കര ചേർക്കുന്നില്ല. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബീട്രൂട്ടിന് നല്ല മധുരമുണ്ട്. മധുരമുള്ള ബീട്രൂട്ടാണ്. അപ്പോൾ മധുരമുള്ള ബീട്രൂട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ ശർക്കരയും കൂടെ ചേർക്കുമ്പോൾ ഓവറായിട്ട് മധുരമായിപ്പോവും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ ഒരു ബീട്രൂട്ടിന് ശർക്കര ചേർക്കുന്നില്ല. മധുരം ഇല്ലാത്ത ബീട്രൂട്ടാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ശർക്കര ചേർക്കണം. അല്ലെങ്കിൽ ആ ഒരു പുളിയും എരിവും ഒന്നും ബാലൻസ് ചെയ്യില്ല കേട്ടോ. അപ്പോൾ നല്ലോണം തിളച്ച് കുറുകി വന്നിട്ട്
വന്നിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടിപ്പ് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്. മധുരം ചേർക്കുന്നത് പാകത്തിന് മാത്രം ചേർക്കുക, ബീട്രൂട്ടിന് മധുരം ഉള്ളത് കൊണ്ട് തന്നെ കേട്ടോ. അപ്പോൾ ഇതാ നല്ലോണം കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. ദാ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ. അപ്പോൾ ഇത് വളരെ സിമ്പിളായിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്ക് തൊട്ടുകൂട്ട് കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ ഇത് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു നല്ല വീഡിയോയുമായി കാണാം. അതുവരേക്കും ബായ്.